അച്ഛനിപ്പോ വരാന്ന് പറഞ്ഞു. അവളില്ലേ അവിടെ? ഉണ്ട്. എന്നായുവാ? ആ വാതിക്ക് നിപ്പുണ്ട്. കാവലിന് നിർത്തിയിരിക്കുമായിരിക്കും അവളെ. ബാലേന്ദ്രൻ എവിടെയെങ്കിലും പോകാനിറങ്ങിയതാണോ? ഡ്രസ്സൊക്കെ മാറി. അല്ല, അതിഥികൾ ബഹുമാനിച്ചാണെങ്കിൽ ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. കയ്യിൽ കൊടുത്തോണ്ട് കവലച്ചട്ടമ്പികൾ വരുന്ന പോലെ വന്നാൽ മതിയെങ്കിൽ അങ്ങനെയും വരാം. ബാലേന്ദ്ര, ഞങ്ങൾ വന്നത് നിന്നെ ചീത്ത പറയാനോ തല്ലാനോ ഒന്നുമല്ല. ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അത് പരിഹരിക്കാൻ രാജീവ് ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്ത് പരാജയം. ഇനി എന്താണ് വേണ്ടത്? അതാണ് എന്റെ ചോദ്യം. എനിക്കൊന്നും വേണ്ട ശിവേട്ട. ഞാൻ ആരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. നീ പറഞ്ഞിട്ട് ഇവിടെ വരെ വന്ന് പ്രശ്നം തീർക്കണമെന്ന് ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. അല്ല, ഇവിടെ എന്താണ് പ്രശ്നം? അതൊന്ന് പറഞ്ഞിട്ട്. നീ അങ്ങനെ ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കല്ലേ. ഞങ്ങളെന്താ വെറും വിട്ടികളാണോ? അതെ, പമ്പര വിട്ടികളാ, കഥയറിയാതെ ആട്ടം കാണുന്നവര്. ആരാടാ വിട്ടികളെ കാണിച്ചത്? ആരാ? എങ്ങാണ്ടെന്ന് ഒരു അനാഥ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് വേലക്കാരിയാക്കി വെച്ചിട്ട് ഇപ്പൊ പറയുന്നു അവളെ ദത്തെടുത്തിരിക്കുകയാണെന്ന്, മകളാണെന്നൊക്കെ. ആരാടാ വിട്ടി? ആരെയാ നീ പൊട്ടം കളിപ്പിക്കുന്നത്? നിന്റെ ചേട്ടനെ കൈതക്കൽ മാളിക വീട്ടിലെ സകല എണ്ണത്തിനെ ഇപ്പൊ പൊട്ടങ്കളിയല്ലേ നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത്. ഇനി കുരങ്ങടിയുണ്ട്, അതും പറയ വരും. രാജീവേ, നീ അവിടെ പോയിരിക്കും. നമ്മൾ തല്ലൂടാനല്ലോ വന്നിരിക്കുന്നത്. എന്നതാ ബാലേന്ദ്ര നിന്റെ പ്രശ്നം? നിങ്ങളാണ് പ്രശ്നം. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് പ്രശ്നം. നീ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു? ശിവേട്ടൻ കഴിഞ്ഞ തവണ അവധി കഴിഞ്ഞ് പോകുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഇപ്പോഴും. അങ്ങനെയല്ലല്ലോ ബാലേന്ദ്ര. അന്ന് അലീന എന്ന പെണ്ണ് കൈതക്കൽ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അല്ല, ശിവേട്ടൻ നെടുമ്പാശ്ശേരി ചെന്ന് ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അലീന ഈ വീട്ടിലെത്തി ജോലി ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴും അവൾ അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നീ അവൾക്ക് പല പ്രമോഷനും നൽകി ഒടുക്കം നിന്റെ മകൾ സ്ഥാനം വരെ കൊടുത്തു എന്ന് പറഞ്ഞു. വളരെ ശരിയാണ്. ജോലിയുള്ള അവളുടെ സാമർഥ്യം, ആത്മാർത്ഥത, അവൾക്ക് ഈ കുടുംബത്തോടുള്ള കൂറും നന്ദിയും ഇവിടുത്തെ ഓരോ കുടുംബാംഗത്തോടുള്ള സ്നേഹവും കരുതലും, ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് തോന്നി അവളെ കൂടെ ഈ കുടുംബത്തിൽ അങ്ങോട്ടാണ് സ്വീകരിച്ചേക്കാൻ. രണ്ടാം ഭാര്യയായിട്ടല്ല, നിങ്ങളെ ചീപ്പായിട്ട് കരുതുന്നവരെ കീപ്പായിട്ടും അല്ല, എന്റെ മകളായിട്ട്. എന്താ കുഴപ്പം? എന്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവക്കൊണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ അവർക്ക് ആ സ്ഥാനം കൊടുത്തത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിട്ട് ആ കിരീടം എടുത്ത് തലയിലോട്ട് വച്ചു കൊടുത്തൊന്നുമല്ല. നിനക്ക് പെൺമക്കളില്ലാഞ്ഞിട്ടാണോ നീ ദത്തെടുക്കാൻ പോയത്? എന്തിനൊരു ലോജിക്ക് വേണ്ടടാ. എനിക്ക് പെൺമക്കളുണ്ടായത് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല. അവർ ജനിച്ചതിന് ശേഷം മനസ്സിലായത് പെൺകുട്ടികളാണ്. എന്റെ രക്തത്തിൽ ജനിച്ച മക്കളായതുകൊണ്ടും എന്റെ ഭാര്യ പ്രസവിച്ചത് കൊണ്ടും മാത്രമാ ഞാൻ അവരെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അലീനയുടെ കാര്യം അങ്ങനെയല്ല. വേറെ ഏതോ പുരുഷന്റെ മകളാ, ഏതോ വാഞ്ചകിയായ സ്ത്രീ പ്രസവിച്ചതാ. അനാഥയായിട്ട് ഓർഫനേജിൽ വളർന്നവളാ. എന്നിട്ടും അവിടെ എന്റെ മകളെ പോലെ സ്നേഹിക്കാനും എന്റെ മകളായിട്ട് സ്വീകരിക്കാനും എനിക്ക് കഴിഞ്ഞുവെങ്കിൽ അതല്ലേ വലിയ ത്യാഗം, അതല്ലേ പുണ്യം. നിങ്ങളെ കൈതക്കൽ മാളിക വീട്ടിൽ ആർക്കും അത് കാണാൻ കണ്ണില്ലാതെ പോയത് എന്റെ കുറ്റമാണോ അതോ നിങ്ങളുടെ കുറ്റമാണോ? എടാ ബാലേന്ദ്ര, നീ ചെയ്തത് സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായി. ഈ വീട്ടിലോട്ടൊരു പെണ്ണിനെ ദത്തെടുക്കുമ്പോ നിന്റെ ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? അവരുടെ അഭിപ്രായം കൂടി ഒന്ന് പരിഗണിക്കണ്ടേ? അവരോട് എല്ലാവരോടും ഞാൻ ചോദിച്ചതാ, അലീന എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഇല്ല. രോഹിത്തിനും അഭിനയിക്കാൻ അവിടെ ഇഷ്ടമല്ല. അവർ രണ്ടുപേരും എന്റെ മക്കളായതുകൊണ്ട് അതിന്റെ കാരണം ഇവിടെ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക് അലീനയുടെ കുഴപ്പം എന്താ. രാവണി പേരുടെ മക്കളല്ലേ നിങ്ങൾ? എഴുന്നേറ്റ് വാ, നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. വാ, ആദ്യം വൈജയോട് ചോദിക്കേ. വൈജയ്, അലീനയുടെ കുറ്റം എന്താ? എന്തുകൊണ്ടാണ് നിനക്ക് അവളെ ഇഷ്ടമില്ലാത്തത്? അവളുടെ ഓവർ കെയറിംഗ് എനിക്ക് ഇഷ്ടമല്ല. വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. സ്വന്തം വീടായിട്ട് കരുതണ്ട. അത്രയ്ക്ക് ആത്മാർത്ഥതയൊന്നും എനിക്ക് വേണ്ട. അത്രയും വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും ആഹാരത്തിന് അത്രയും രുചിയും എനിക്ക് ആവശ്യമില്ല. പോരെ, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ എന്റെ വീട്ടിൽ ഞാൻ എന്തിനു സഹിക്കണം? അല്ല വൈജ, ആ പറയുന്നതിൽ എന്നതാ തെറ്റ്? ന്യായമല്ലേ? അലീന എന്ന വീട്ടു ജോലിക്കാരിക്ക് നിങ്ങൾ കാണുന്ന കുറ്റം എന്താണ്? അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അവളുടെ നോട്ടവും ബിഹേവിയറും എല്ലാം ഇറിറ്റേറ്റഡ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. അലീന എങ്ങനെയാണ് നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അത് പറ. അങ്ങനെ ചോദിച്ചാ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത ഒരാളെ നമ്മൾ എന്തിനാ സഹിക്കുന്നേ? രോഹിത്തിന് അലീനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് അലീനെ കൊണ്ട് ഒരു ശല്യമില്ല, സഹായവും. ഒരു സഹായം നിനക്ക് അലീനെ കൊണ്ട് കിട്ടിയിട്ടില്ലേ? നീ ഇപ്പൊ സെൻട്രൽ ജയിലിൽ കയറാതെ ഈ വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന അവൾ അവതാരം കൊണ്ടല്ലോ. എന്താണ് വേണ്ടാത്തെ? എന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരാളാ. അമ്മയ്ക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നത് അവളാ. എനിക്ക് എന്റെ അമ്മയുടെ സന്തോഷവും സമാധാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയല്ല. കേട്ടല്ലോ ബാലേന്ദ്ര, നിന്റെ ഭാര്യയ്ക്ക് അലീനെ ഇഷ്ടമല്ല, നിന്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അതെല്ലാം അവഗണിച്ച് നീ അലീനയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കും, നിന്റെ മകളായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്ത് അസംബന്ധ ബാലേന്ദ്രൻ? വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ടോ? രോഹിയും ബബിതയും പറഞ്ഞ എന്താണെന്ന് നിനക്ക് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അലീനയുടെ ഒരു കുറ്റം അവർക്ക് പറയാനില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല. അതെ, അതെന്താ കുഴപ്പം? കൈതക്കൽ മാളിക വീട്ടിൽ ഒരു പെണ്ണിന്റെ തോന്നിയാസത്തിനും ഇഷ്ടത്തിനും ബലി കൊടുക്കാനുള്ളതല്ല നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ കഷ്ടപ്പെട്ട് കരിപിടിപ്പിച്ചു കൊണ്ടുവന്ന ജീവിതം. എന്റെ ഇഷ്ടം അവൾ ഇന്നേ വരെ നോക്കിയിട്ടുണ്ട്. ഉണ്ടോന്ന് ചോദിക്ക്. ബാലേന്ദ്രന്റെ ഏത് ഇഷ്ടമാണ് ഞാൻ നടത്തി തരാതിരുന്നത്? ഏത് ഇഷ്ടമാണ് നീ അംഗീകരിച്ച് തന്നിട്ടുള്ളത്? അത് പറ. അങ്ങനെ എണ്ണി പറയാൻ വേണ്ടി ഞാനൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. രോഹിത്തിനെ ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവനും അതായിരുന്നു ഇഷ്ടം. വൈജ പറഞ്ഞു അവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചാൽ മതി. അതാണ് അവനിപ്പോ പഠിക്കുന്നത്. ബബിതയ്ക്ക് മെഡിസിൻ ചെയ്യാനായിരുന്നു താല്പര്യം. പാലായിൽ അതിന് പറ്റി ഏറ്റവും നല്ല കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു. എനിക്കും അതായിരുന്നു ഇഷ്ടം. വൈജ അവളുടെ ഡിഗ്രി കോഴ്സ് ചെയ്യാം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഇഷ്ടങ്ങൾക്കും എതിരെ നിന്നുകൊണ്ട് അവളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കായിരുന്നു ഇന്ന് വരെ നടന്നിട്ടുള്ളത്. അതൊക്കെ നീ അന്ന് പറയണമായിരുന്നു, ഇപ്പോഴാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായിരുന്നു അന്ന് പറയാൻ. നീ ആണോ ചോദിക്കാൻ? നീ അന്ന് എന്റെ വീട്ടിൽ കയറി എന്നോട് ചോദിക്കാതെ ഞാൻ അറിയാതെ അലീനയെ പിടിച്ച് വെളിയിൽ തള്ളിയ നിന്റെ പോക്കൃത്തരത്തിന് നിന്റെ കരുണക്കുട്ടി അടിച്ച് പൊട്ടിക്കേണ്ടതാ. ഞാനതങ്ങ് ക്ഷമിച്ചു. കൈതക്കൽ മാളിക വീട്ടുകാരെ പേടിച്ചിട്ടല്ല, നിന്റെ പകിട്ടും പത്രാസും ബന്ധുവരവും കണ്ടിട്ടുമല്ല. നീ ഒരു വിവരദോഷിയാണല്ലോ എന്ന് വിചാരിച്ചു. ഇനി എന്റെ ഏകാധിപത്യ ഭരണം ഇവിടെ അത് നടപ്പാക്കി കഴിഞ്ഞു. ഈ വീട്ടിലത് നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചു. ഒരൊറ്റ രാജാവ് അല്ലെങ്കിൽ ഒരു നേതാവ്, ഒരേ ഒരു ക്യാപ്റ്റൻ, ഒരേ ഒരു പ്രസിഡന്റ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അയാള് തീരുമാനിക്കും, നടപ്പാക്കും. അതനുസരിച്ച് ഈ വീട്ടിലുള്ളവർ ജീവിക്കും. നീ എന്ത് വേണമെങ്കിലും നടപ്പിലാക്കിക്കോ. പക്ഷേ അലീന എന്ന പെണ്ണിനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കും. എന്ത് വില കൊടുത്തും ഞങ്ങൾ അത് തരും. ഞങ്ങളിൽ ഒരാള് കൊലക്കുറ്റത്തിന് ജയിലിൽ കയറേണ്ടി വന്നാലും ശരി. ആ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട ശിവേട്ട. അലീന ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ
നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. താൻ ആർക്ക് വേണ്ടിയാണ്? തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്. എങ്ങോട്ടൊന്നും വലിഞ്ഞു കയറി വന്ന തേവിടിച്ച് പെണ്ണിന് വേണ്ടിയിട്ട് തനിക്ക് അവിടെ കീപ്പായിട്ട് വെക്കണമെങ്കിൽ വീട്ടിൽ താമസിപ്പിച്ച് കെട്ടിയോടെ മക്കളുടെ മുമ്പിൽ വച്ചല്ല കൃഷി നടത്തേണ്ടത്. വേറെ വല്ലയിടത്ത് രഹസ്യമായി കൊണ്ടുപോയി പാർപ്പിക്കണം. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി പന്നത്തനെ പറയുന്നോളൂ നായെ. നീ ജീവനോടെ തിരിച്ചു പോകത്തില്ല. നിന്നെ രാജുവേട്ടാ, ശിവേട്ടാ. ഞാൻ അലീനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നീ വരുത്താണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. കോടതിയിൽ കേസിന് പോവാം. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോവാം. അലീനെ ഇറക്കി വിടാനുള്ള വിധി സമ്പാദിച്ചോണ്ട് പോവാ. ഞാൻ ഇറക്കി വിടാം. അതുവരെ അവിടെ ഈ വീട്ടിൽ തന്നെ താമസിക്കും. ഞാൻ പണിത ഈ വീട്ടിൽ, ഞാൻ കരം കെട്ടുന്ന എന്റെ വീട്ടിൽ. അത് അംഗീകരിക്കാനും അനുസരിക്കാനും മനസ്സിലാത്തവർ, അത് ഭാര്യയായാലും ശരി, ബന്ധുക്കളായാലും ശരി, മക്കളായാലും ശരി, പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. എടുക്കാനുള്ളതെല്ലാം എടുത്തോണ്ട് ഇറങ്ങിക്കോണം. ഇനി അലീന പ്രശ്നം പറഞ്ഞോണ്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒറ്റ എണ്ണം എന്റെ വീട്ടിൽ കയറി പോരും. അലീന കഴിഞ്ഞു വിചാരണ. നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. സമാധാനമായില്ലേ? തീർന്നോ ചർച്ച? എല്ലാം കഴിഞ്ഞോ? ഇനി ഒന്നുമില്ലേ? ഇനി എന്ത്? ബാലേന്ദ്രനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞത്. ബാലേന്ദ്രനെ പാഠം പഠിപ്പിക്കും, അവളെ വലിച്ച് റോഡിലോട്ട് എറിയും. എന്തെല്ലാം ഗീർവാണങ്ങളായിരുന്നു. ഇവിടെ വന്നപ്പോ ആ ശൗര്യമൊക്കെ എവിടെ പോയി? തിണ്ണവിടുക്ക് മാത്രമല്ലോ എന്റെ ആങ്ങളമാർക്ക്. എടി, ഞങ്ങൾ എന്നാ ചെയ്യാനാ? അവനെ തല്ലാൻ പറ്റൂ? എനിക്ക് ദുബായിക്ക് തിരിച്ചു പോകണ്ടേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ തിരിച്ചടിക്കാത്തത്. വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞ അയാൾ കേസിന് പോയാ പോലീസും അറസ്റ്റും റിമാൻഡും ഒക്കെ ആയിട്ട് ജയിലിൽ കയറണം. അടി അങ്ങോട്ട് കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എടി, അയാളുടെ വീടല്ലേ, അയാൾക്ക് ഗ്രൗണ്ട്സ് ഉണ്ട്. ആ പെണ്ണിനെ കാലി പിടിച്ച് റോഡ് വരെ വലിച്ചടിക്കുമെന്ന് പറഞ്ഞതല്ലേ രാജുവേട്ടൻ? ചെയ്യാൻ അറിയാൻ പാടില്ല, അഞ്ഞിട്ടോ പേടിച്ചിട്ടോ അല്ല. ഇവിടെ കേസിൽ കുടുങ്ങിയ തിരിച്ചു പോകാൻ പറ്റത്തില്ലെന്ന്. ഇവിടെ പെണ്ണിനെ തൊടണ്ട, നോക്കിയാൽ മതി, വീഴണം. ഇതൊന്നും നേരത്തെ തോന്നത്തില്ലായിരുന്നു. ബാലേന്ദ്രനോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിച്ചു. അവനിങ്ങനെ ഒരു കാണ്ടാമൃഗമായി പോയത് ഞങ്ങൾ കുറ്റമാണ്. ഭീഷണി കൊണ്ട് തിരുത്താമെന്നാ കരുതിയത്. പക്ഷേ അയാൾ ഇങ്ങോട്ടാ ഭീഷണിപ്പെടുത്തുന്നത്. ഛെ, എന്നാ നാണക്കേടാണെന്ന് പറ. ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ട് മര്യാദ പഠിപ്പിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാ നീ ഇങ്ങനെ പിടയ്ക്കാതെ നമുക്ക് നിയമപരമായിട്ട് നടപടിയിലേക്ക് നീങ്ങാം. എന്ത് നടപടിയാ ശിവേട്ടാ? വൈജ കംപ്ലൈന്റ് ചെയ്യണം. വളരെ സമാധാനത്തോടെയും ഐക്യത്തോടെയും കഴിഞ്ഞു വന്ന ഒരു കുടുംബത്തിലേക്ക് എവിടുന്നോ ഒരു ലൈംഗിക തൊഴിലാളിയെ കൂട്ടിക്കൊണ്ടുവരികയും താമസിപ്പിക്കുകയും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കുടുംബ സമാധാനം തകർക്കുകയും മക്കളുടെ ഭാവി അപകടത്തിലാക്കുകയും ചെയ്യുന്ന എന്റെ ഭർത്താവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും മേൽ പറഞ്ഞ ദുഷിച്ച സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതുകൊള്ളാം, കിടുക്ക സാധനമാ. പോലീസിന് നടപടി സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അലീനയുടെ കയ്യിൽ മനു ഒപ്പിട്ട എഗ്രിമെന്റ് കോപ്പി ഇല്ലേ? പോലീസ് അമ്മയോട് ചോദിച്ചാ അമ്മ പറയൂ അലീന മോശക്കാരിയാണെന്ന്? മനു പറയൂ? ബാലേന്ദ്രൻ പറയൂ? കൃഷ്ണമോൾ പറയൂ? അവള് മോശക്കാരിയാണോ? അതും നോക്കണം. പോലീസിന് മനസ്സിലാവും സംസാരിച്ചു കഴിയുമ്പോ. എന്തായാലും അവളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയാനുള്ള റൈറ്റ്സ് വൈകിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതെ, നമുക്ക് നിയമപരമായ രീതിയിൽ തന്നെ പോകാം. അവളെ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അത് നടത്തിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ. മോളെ, നീ ക്ലാസ് കഴിഞ്ഞ് വരും. അതെ, നിന്നോടെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ഇതന്നെ എല്ലാരും എഴുന്നേറ്റ് ഇരിക്കാൻ മേലായിരുന്നു. മോളെ, ഞാൻ രാവണി മേനോന്റെ മകനാ. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ. ആ, കണ്ടിട്ടുണ്ട്, മറന്നുപോയി. ഞങ്ങൾ ഇരുന്ന് സംസാരിക്കായിരുന്നു. ബാലേന്ദ്രൻ വന്നപ്പോ എഴുന്നേറ്റതാ. ശിവേട്ടാ, ആ പെണ്ണിനെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നു. അവളോടും കുറച്ച് കാര്യങ്ങൾ പറയാനില്ലേ? അവളെ അങ്ങനെ വെറുതെ വിട്ടാ കൊള്ളത്തില്ലല്ലോ. അവളെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. വൈജെ, അലീനെന്ന് വിളിക്കും. ബാലേന്ദ്രൻ പൊത്തി പൊതിഞ്ഞു വെച്ചേക്കുക. തള്ളക്കോഴി ചിറകിനടിയിൽ കുഞ്ഞിനെ വെച്ചിരിക്കുന്ന പോലെ. ഞാൻ വിളിച്ചാലൊന്നും അവൾ ഇറങ്ങി വരത്തില്ല. അതെങ്ങനെ ശരിയാവുന്നേ? അതാണ് ഇവിടുത്തെ സ്ഥിതി. പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ആര് വിളിച്ചാലും അവള് വരുന്നത്. നീ മോളിൽ ചെന്ന് അലീനോട് പറഞ്ഞാൻ വിളിക്കുന്നു. എന്നാത്തിനാ ഇവർക്ക് കാണണ്ടേ? ചെല്ലുവോളൂ. നീ വിഷമിക്കണ്ട, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ടെ ഞങ്ങൾ പോകുന്നുണ്ട്. കേസെങ്കിൽ കേസ്, കോടതിക്ക് കോടതി. ഇതിനൊരു അന്ത്യം കണ്ടിട്ട് ഞങ്ങൾക്കൊരു മടക്കയാത്രയുള്ളൂ. അങ്കിളെ, ബാലേന്ദ്ര സാർ എല്ലാം അറിഞ്ഞു. എന്താ അറിഞ്ഞത്? വൈജയന്തി മാഡം അലീന ചേച്ചിയുടെ അമ്മയാണെന്നും അലീന ചേച്ചിയെ പ്രസവിച്ച് ഉപേക്ഷിച്ചതാണെന്നും എല്ലാം അറിഞ്ഞു. ഞാൻ ഇതിനെ അച്ഛന്ന് വിളിച്ചാട്ടെ? ഒരു പ്രാവശ്യം മതി, പൊതിയായിട്ടാ.